എന്താ ചേച്ചി ചിന്തിക്കുന്നത്? ഒന്നുമില്ല ഭായി, യൂട്യൂബിലെ ഒരു അടിപൊളി വീഡിയോ കണ്ടെങ്കിപ്പോഴേ കാണുമ്പോ തന്നെ മനസ്സും കണ്ണൊക്കെ അങ്ങോട്ട് എന്താ പറയാ വല്ലാത്തൊരു സന്തോഷം. അതെന്താ ചേച്ചി സന്തോഷമാണ് ഉണ്ടത് നിങ്ങൾക്ക്? നമ്മ അറിയണമല്ല. അതൊന്നുമില്ല, നീ വീഡിയോ നോക്കിയ എന്റെ ഭായി. ഇങ്ങോട്ട് വാ ഭായി, വീഡിയോ നോക്കിയേ. ഇത് കണ്ട, ഇത് മക്കള് അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കുന്ന വീഡിയോ ആണ്. എവിടെ ചേച്ചിയത്? നമ്മുടെ ഇവിടെ തന്നെ ഭായി, നമ്മുടെ കേരളത്തിൽ തന്നെ, മലയാളീസ് തന്നെ. അത് ഈ പിള്ളേരുകള് അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കണതാ. അച്ഛൻ മരിച്ചു പോയത് നൈറ്റങ്ങളുടെ. അപ്പൊ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കള് കൂടിയിട്ട്, ആ മക്കൾ ഒരുപാട് വലിയ വയസ്സുള്ളതൊന്നുമല്ല, എന്നാലും പഠിക്കുന്ന കുട്ടികളാണ്. അവര് കല്യാണം നടത്തിക്കണം അമ്മയുടെ. അത് എന്ത് രസാ കാഴ്ച കാണാനായിട്ട്. കാരണം മണ്ഡപത്തിൽ അമ്മയുടെ അടുത്ത് ഈ മക്കളുണ്ട്, വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മവയ്ക്കലൊക്കെ ഇട്ട് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം പോയി. ശരിയെന്നെ ചേച്ചി, ഇപ്പൊ ഭാര്യ മറിച്ചു പോയാല് ഭർത്താവ് മറിച്ചു പോയാല് എങ്ങനെ പരസ്പരം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ? ആ, നല്ല കാര്യൊക്കെയാണ്. ഇവിടെ ഉണ്ട് 3 മക്കള്. ഇന്ന് വരെ അമ്മയ്ക്കൊരു കല്യാണം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാ? എവിടെ? അമ്മ ഇങ്ങനെ പെര തെറഞ്ഞു നിൽക്കുകയെന്നുള്ള ചിന്ത പോലെ എന്റെ മക്കൾക്കില്ല. മക്കളാണ് പോലും മക്കള്. അത് ചേച്ചി അങ്ങനെ പറയുന്നത്? ചേച്ചിക്ക് കല്യാണം കഴിക്കണം? എന്റെ പൊന്നു വായേ, എനിക്ക് കല്യാണം ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. എന്റെ മക്കള് കേക്കണ്ട. എന്റെ പൊന്നു വായി, എന്റെ മക്കള് എന്നോടങ്ങി പറയണതാ കല്യാണം കഴിക്കാനായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കൂട്ടുണ്ടാവാനായിട്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കൂട്ടിനെ പറ്റി ചിന്തിച്ചിട്ടില്ല വായി. അങ്ങനെ പറ. പിന്നെ എന്ത് ചേച്ചി, ഞാൻ 2 കല്യാണം കഴിച്ചത്. എനിക്ക് ഒരു 3ാമത് കല്യാണം കഴിക്കണോ ആഗ്രഹമുണ്ട് ഉള്ളേ. എന്റെ പൊന്നു വായി, ഇനി 3ാമതൊരു കല്യാണോ? പ്രശ്നം ഇവിടെ ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് നോക്കാനായിട്ട് ആൾക്കാരെ കൊണ്ട് പറ്റണില്ല. ഇനി 2, 3 ഇതെങ്ങനെയാടാ നീ കുടുംബം നോക്കണേ? നമുക്ക് സാധിക്കുമെങ്കിൽ ചെയ്തു പോടെ. ബെസ്റ്റ്. നീ വെറുതെ വല്ലതും പറ. ആൾക്കാരൊക്കെ പോയി 2, 3 കെട്ടും. ഇപ്പൊ തന്നെ ഇവിടെ നാട്ടിലെല്ലാവർക്കും കെട്ടിയോളുമാരുണ്ടായിട്ടും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് 1, 2, 3, 4, 10 എണ്ണൊക്കെയാണ്. നമ്മളെ അവിടെ പ്രശ്നമാവുന്നില്ല, അതില് പ്രശ്നമില്ല നമ്മളെ അവിടെ. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ നീ 3ാമതും കെട്ടേണ്ടി വരും എന്റെ ഭായി. ഓ, അതെന്ത് അങ്ങനെ? എന്താ ചേച്ചി? നമ്മുടെ വീഡിയോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണ് കിടന്ന് പറയണേ? കമന്റില് വന്നതൊക്കെ ഉണ്ട കണ്ട നീ വല്ലതും? അതല്ലേ 6 വിഷയമാക്കണത്, അത് നോക്കേണ്ട ആവശ്യമില്ലല്ലേ? എന്റെ പൊന്നു ഭായി, കുടുംബത്ത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഒക്കെ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങള്. പണി നോക്കി പറയാ ചേച്ചി. എന്റെ ഭായി, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ നിൽക്കാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാകും. പൈസ ഉള്ളപ്പോ എല്ലാവരും ഉണ്ടാകും. പൈസ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരാളും ഉണ്ടാവില്ല. നമ്മളാർക്കും വേണ്ട, മനസ്സിലായി? അപ്പൊ പൈസയാണ് കാര്യം. സ്നേഹം എന്ന് പറയുന്നത് പൈസയാണ്. പൈസ ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുള്ളൂ, കൂടെ നിൽക്കാൻ ആളുണ്ടാവുള്ളൂ. പൈസ ഇല്ലേ, കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല, കുറ്റങ്ങൾ പറയാൻ ആൾക്കാരുണ്ടാകും, സ്നേഹിക്കാൻ ആളുണ്ടാവില്ല. മനസ്സിലായ? അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് കയ്യിൽ കൊടുക്കാൻ നമ്മുടെ എടുത്തെറിഞ്ഞ് ചെലവാകെ പൈസ ഉണ്ടോ? കൊണ്ട് നടന്ന് ചെലവ് ചെയ്ത് കൊണ്ടുനടന്ന് എല്ലാവരും സന്തോഷിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ല, നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ കുറ്റം പറഞ്ഞ ആൾക്കാരില്ല, അവരൊന്നും നമ്മളെ കുറ്റം പറയില്ല, നമ്മുടെ കൂടെ നിൽക്കവര്. അതാണ് പൈസയും മറ്റുള്ള ബന്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അല്ല ചേച്ചിക്ക് സ്വന്തക്കാര് ബന്ധക്കാര് ഞാൻ ഒരു കൊല്ലമായില്ലേ ഇത് വന്നിട്ട്? നാണ് കണ്ടിട്ടില്ലല്ലോ. ഈ 6 സ്വന്തക്കാര് എന്റെ ഭായി, സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്തുനിന്ന് കുത്താൻ വേണ്ടി മാത്രം. അല്ലാണ്ട് ഇവിടെ ആരും വന്ന് നീയും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല സ്വന്തക്കാരും ബന്ധക്കാരൊന്നും. 24 കൊല്ലായി ഭായി, സ്വന്തക്കാരില്ല ബന്ധക്കാരില്ല. പക്ഷെ ശവത്തി കുത്താനായിട്ട് ഇവരെല്ലാവരും ഉണ്ട്. എന്താ ചേച്ചി, ചേച്ചിക്ക് എന്തോ വിഷമം ഉണ്ടല്ലേ എന്നാണ് കാണുന്നത്. അത് എന്നോട് പറയ ചേച്ചി, നിങ്ങളെല്ലാം പറഞ്ഞോ, നമ്മ ഈ നാട്ടുകാരനൊന്നും ഇല്ലല്ലേ പറയുന്നതിന് എന്ത് വിഷമം? അതൊന്നുമില്ല എൻ്റെ ഭായി.
ഞാൻ എൻ്റെ കുടുംബത്തിൽ നോക്കി 24 കൊല്ലായി. 24 കുടുംബമായ 24 കൊല്ലായി. ലവ് മാരേജ് ആയിരുന്നു, അറിയാലോ. അപ്പച്ചന് ഇപ്പൊ ആള് മരിച്ചിട്ട് തന്നെ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ 24 കൊല്ലം, 2 കൊല്ലം മരിച്ചത് അത് പോട്ടെ, 10 വർഷം മുമ്പേ ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുന്നതാണ്. ഇന്ന് വരെ ഒരു സ്വന്തക്കാരോ ഒരു ബന്ധക്കാരോ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മക്കളെ ഞാൻ ഇവിടം വരെ ഞങ്ങൾ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ അന്നും ഇന്നും കുറ്റം പറയാൻ 100 പേരുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലിന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. യൂട്യൂബിൽ എല്ലാവരും വീഡിയോസ് ചെയ്യുന്നൊരു വരുമാന മാർഗ്ഗം ഉണ്ടാവാൻ വേണ്ടിക്കുക. എനിക്ക് യൂട്യൂബിലത്തെ ഇത് ചെയ്തിരുമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മക്കളുടെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാം. അവർക്കിടെ കൺവെട്ടത്തുനിന്ന് ഞാൻ എങ്ങോട്ടും പോണില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടെൻഷൻ ഫ്രീ ആണ് എനിക്ക് എന്നെ സംബന്ധിച്ച്. കുറേ പാട്ടൊക്കെ ചെയ്ത് അതൊരു മാനസികമായിട്ടൊരു ടെൻഷൻ ഫ്രീ ആവുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് കോൺസെൻട്രേഷൻ തിരിച്ചത് ഞാൻ. പക്ഷേ എന്താ പറയുക ഭായി, ആൾക്കാർക്ക് അപ്പടി വിഷമാണ്, കുടുംബക്കാർക്കാണ് മെയിനായിട്ട് വിഷമം. ബേജാറ്, അതന്നെ നിന്റെ ഭാഷ പറഞ്ഞ ബേജാറ്. ഇന്ന് വരെ ഇവിടെ ഭക്ഷണം കഴിക്കണുണ്ടോ? ഇപ്പൊ അവരുടെ അപ്പച്ചൻ മരിച്ച് 2 കൊല്ലായി. ഒരാളും ഈ പടി കടന്ന് ഈ സ്വന്തം എന്തെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കൂടപ്പറപ്പിങ്ങളായാൽ പോലും ഒരാളും വന്നിട്ടൊന്നുമില്ല അന്വേഷിച്ച്. ഭക്ഷണം കഴിക്കാനുണ്ടോ, മക്കളെങ്ങനെ പഠിപ്പിക്കണേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടും ഒരു സ്വന്തക്കാരും ബന്ധക്കാരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നല്ലവരെന്നും പറഞ്ഞിട്ട് കുറെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് പിന്നാലെ വരും, എന്ത് ഹെൽപ്പുകളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ അവരൊക്കെ നിന്നിട്ടൊന്നുമില്ല, അവരൊക്കെ അവരെ വഴിക്ക് തന്നെ പോയി. കാരണം ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതാണ് എല്ലാവരും ഇട്ടെറിഞ്ഞ് പോണത്. അല്ലാത്ത കുറച്ച് നല്ല ഫ്രണ്ട്സ്, വിരലിൽ എണ്ണാന്ന് 2-3 നല്ല ഫ്രണ്ട്സുകൾ എനിക്കുണ്ട് എൻ്റെ കൂടെ. എൻ്റെ ചങ്ക് പോലെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അത് വിട്ടിട്ട് ഒരു സ്വന്തക്കാരെ ബന്ധക്കാരെ കൂട്ടുകാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭായി. ഇവിടെ വരെ എത്തിയത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. കാരണം ദൈവം കൈപിടിച്ച് ഇവിടം വരെ എന്നെ കൊണ്ട് എത്തിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വന്ന വഴികള് അത് അത്രയും ദുർഘടമായ നല്ല എന്താ പറയാ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. അതിനകത്ത് ഒരുപാട് നല്ല മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചീത്ത മുഖങ്ങളും കണ്ടിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയാൻ വേണ്ട, അന്വേഷിക്കാൻ വേണ്ട. ആൾക്കാർക്ക് ഒരു മുദ്ര കുത്താൻ ഇഷ്ടം, അവൾ കൊള്ളില്ല, അതാണ് ആൾക്കാർക്ക് പറയാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് അതിലൊരു ഫീലിംഗും എനിക്ക് വിഷമവും ഇല്ല. പക്ഷെ എനിക്കില്ല, നമ്മളെ വന്ന് അന്വേഷിക്കാഞ്ഞിട്ടും നമ്മളെ എങ്ങനെ ജീവിക്കുന്നത് പോലും ആർക്കും അറിയണ്ട. എന്നിട്ട് വന്നുകൊണ്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വന്നിട്ട് പറയാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒറ്റ മറുപടി എൻ്റെ അടുത്തുള്ളൂ. എന്നിട്ടെന്ന് അറിയാമോ, എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, അത് സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും നാട്ടുകാരായാലും കൂട്ടുകാരായാലും എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരി ഉള്ള ഒരു പ്രകടനമുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഭയങ്കര അത്ര വിഷമം കൊണ്ട് വൈ പറയണേ. കുറെ അനുഭവിച്ച് ഇവിടെ എത്തിയതല്ലേ, സാരമില്ല ചേച്ചി, എല്ലാം ശരിയാകും, വിഷമിക്കണ്ട. എൻ്റെ ഭായി, എനിക്ക് അതിനകത്തൊന്നൊരു വിഷമവും ഇല്ല, എനിക്ക് ഒരു ഫീലിങ്ങും ഇല്ല. ഞാൻ ഇവിടം വരെ എത്തിയത് അത്രയും അനുഭവിച്ചു തന്നെയാണ്. പക്ഷെ ആ അനുഭവങ്ങളൊക്കെ എനിക്ക് എന്താ പറയുക മുന്നോട്ടൊക്കെയുള്ളൊരു പ്രചോദനമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുള്ളൂ. ഇപ്പോഴും എന്നെ ആരെന്ത് പറഞ്ഞാലും അത് എനിക്കുള്ള വളമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് തഴച്ച് വളരാനുള്ള വളമാണത്, മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും വന്ന് ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവർക്കും നീ ആരാണെന്ന് അറിയണം, ബായി ആരാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു, ബായി എൻ്റെ ഫാമിലിയാണ്. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആരും എൻ്റെ ഫാമിലിയാണ്. എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, എൻ്റെ മക്കളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഫാമിലിനെ മനസ്സിലാക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, നമുക്കൊരു വയ്യാണ്ട് കിടക്കുമ്പോൾ, നമ്മുടെ മോശപ്പെട്ട അവസ്ഥയിൽ ഇതിനകത്തെല്ലാം നിൽക്കുന്നവർ അതാരാണോ അതെനിക്ക് എൻ്റെ ഫാമിലി തന്നെയാണ്. അങ്ങനെ പറയാൻ എനിക്ക് കുറച്ച് പേരേ ഉള്ളൂ. കുറേ പേരൊക്കെ മരണം വരെ ഉണ്ടാകും, കൂടെ കാണും. മരണം വരെ ഉണ്ടാകും, എന്നും ഉണ്ടാകും, കൂടെ കാണും എന്നൊന്നും പറഞ്ഞ ആരുമില്ല ഇപ്പം കൂടെ. അവരൊക്കെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവരൊക്കെ പോയി. കാരണം അവർക്ക് അറിയാം എൻ്റെ കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ഉപകാരമൊന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവരൊക്കെ അവരുടേതായ വഴിക്ക് പോയത്. എനിക്ക് അതിനകത്തൊന്നൊരു വിഷമമില്ല. പക്ഷെ എന്നിട്ട് കുറ്റം എനിക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ് നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ കുറ്റം നമുക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭായി. ഇപ്പം ആൾക്കാരുടെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക,
അവളെ നമ്മളെ ആരെങ്കിലും ഒരാളെ സഹായിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉയർന്നു വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയും അല്ല, എനിക്കൊരു ഉയർച്ചയും ഇല്ല, ഒന്നുമില്ല. എനിക്ക് കുറെ കടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരും വിശ്വസിക്കും. അത് കടങ്ങൾ ഉണ്ടാക്കി തന്നത് എൻ്റെ കൂടെ മരണം വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ നല്ല കൂട്ടുകെട്ടുകൾ തന്നെയാണ് എനിക്ക് അത്രയും കടങ്ങൾ ഉണ്ടാകാൻ കാരണം തന്നെ. നമ്മൾ വിശ്വസിച്ച കുറച്ച് പേരുണ്ട്, അവരൊക്കെ കാരണം നമുക്ക് അത്രയും കടങ്ങൾ ഉണ്ടായി തന്നെ. അത് എനിക്കിന്ന് മാത്രമല്ല, എന്നെ പോലെ അങ്ങനെ ആണായാലും പെണ്ണായാലും നല്ല ബന്ധങ്ങൾ ആഗ്രഹിച്ച് നമുക്ക് കൂടെ ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാർ മൂലം കുറേ കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. കുറേ നല്ല സൗഹൃദങ്ങളിൽ നിന്നും കുറേ നല്ല ബന്ധങ്ങളിൽ നിന്നിട്ടൊക്കെ എന്താ പറയുക, കുറേ കടബാധ്യതകളും കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അവരെ വഴിക്ക് പോകും. അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു വൈപ്പ് ഒരാളെ വിശ്വസിക്കാനേ തോന്നുന്നില്ല. എനിക്ക് നിന്നെ തന്നെ വിശ്വാസമില്ല ചില സമയത്ത്, സത്യമായിട്ടും. അത് നമ്മൾ ജീവിച്ചു പോകുന്ന അനുഭവം അത് അങ്ങനെ ആയതുകൊണ്ടല്ലാണ്ട് നീ നല്ലതല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ അവര് നല്ലതല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പൊ വന്ന് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭായി, അതാണ് അവസ്ഥ. അതെന്ന് ചേച്ചി അങ്ങനെ പറയണത്, നാണ് പാവല്ലേ ചേച്ചി, എന്നെപ്പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പറയുന്നത്. നാണ് കൂടെ ഉണ്ടാവും ചേച്ചി എപ്പോഴും. നാണ് എപ്പോഴും ഇനി കൂടെ തന്നെ ഉണ്ടാവും. നാണ് എവിടെ പോണില്ല ചേച്ചി. എൻ്റെ പൊന്നു ഭായി, എനിക്ക് നിന്നെ വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളെ ഒരുപാട് അനുഭവിച്ചാണ് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പൊ നമുക്ക് എല്ലാവരും നമ്മൾ അങ്ങനെ ഒരു കണ്ണോണ്ടേ കാണുള്ളൂ. അതായത് നമുക്ക് ആരും വന്നോന്ന് ആരും വിശ്വസിക്കാൻ പറ്റാണ്ടായി ഭായി, അതാണല്ലാണ്ട് വേറെ ഒന്നല്ല. അത്രയും അനുഭവിച്ച എൻ്റെ ഭായി, ഒരുപാട് അനുഭവിച്ചു. അയ്യോ, നീ ഇതിന് കരയണേ? എന്റെ ഭായി എന്തിനാ നീ കരയണേ? എന്റെ ഭായി നീ എന്തിനാ കരയുന്നേ? എടാ നീ ഇവിടെ കരയില്ലെന്ന് പറഞ്ഞേ, എന്താ നിന്റെ പ്രശ്നം? എടാ നീ എന്തിനാ കിടന്ന് കരയണേ? അതാണ് നിന്റെ പ്രശ്നം. നീ കരയല്ലേ ഭായി, കരയാണ്ട് കാര്യം എന്ന് വെച്ച് തുറന്നു പറ. ചേച്ചി ആരും നോക്കണ്ട, സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും സ്വന്തം ഒന്നും നോക്കണ്ട ചേച്ചി. ചേച്ചി നല്ല ജീവിക്ക് ചേച്ചി, നാണുണ്ട് ചേച്ചി. ചേച്ചി എന്നെ പേടിക്കുന്നേ ഇവമാറിൽ ഈ ആരൊന്നും ഇഷ്ടല്ലേ എല്ലാം. എന്തിനു ചേച്ചി വിഷമിക്കുന്നത്? ചേച്ചി എന്ത് പേടിക്കണ്ട. എന്റെ ഭായി ഞാൻ പേടിക്കണ, ഞാൻ വിഷമിക്കണ? നിനക്ക് തലയ്ക്ക് വല്ല ഓളം വട്ടലുണ്ടാ? ഞാനേ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയിട്ട് ഞാൻ വിഷമിച്ചിട്ടില്ല, പേടിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോണെങ്കിലും വിഷമോ ഇല്ല, പേടിയില്ല. മനസ്സിലായ? ഇവിടം വരെ എത്താന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ എനിക്കറിയാം. അതിന്റെ പേരിൽ നീ എന്നെ ഓർത്ത് ടെൻഷൻ അടിച്ച് കരയാൻ നിക്കണ്ട, പോയി പണി എടുക്കുക. ഇന്ന് ഈ കരഞ്ഞെന്നും പറഞ്ഞോണ്ട് ഉള്ള പണിയൊക്കെ തീർത്ത് നേരത്തെ പോവാൻ നിക്കണ്ട. അപ്പൊ ബായ് വേഗം ചെന്ന് ബാക്കിയുള്ള പണിയൊക്കെ തീർത്തിട്ട് വായി, ഞാൻ ചായ തരാം. ഓക്കെ?